എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് അബ്ദുള്ള എന്ന് പേരുള്ളത് കൊണ്ടോ മുഹമ്മദ് എന്ന പേരുള്ളത് കൊണ്ടോ അയാൾ മുസ്ലിം ആകുകയില്ല. ആധാർ കാർഡിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലുമെല്ലാം നമ്മുടെ മാപ്പ മുസ്ലിം ആയതുകൊണ്ടോ നമ്മുടെ പേര് മുസ്ലിം ആയതുകൊണ്ടോ നമ്മൾ മാപ്പിളയായതുകൊണ്ടോ നമ്മൾ മുസ്ലിങ്ങളാകുകയില്ല. മുസ്ലിം എന്നാൽ അനുസരണയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആരോട്? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണയുള്ളവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അതിന് തയ്യാറില്ല എങ്കിൽ അള്ളാഹുവും റസൂലും ഇന്ന കാര്യം പഠിപ്പിച്ചു, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതാണ് ഇതിന്റെ പ്രഖ്യാപനം. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിനേക്കാൾ മികച്ച ഒരു പ്രത്യയശാസ്ത്രമില്ല. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ ദൈവമായി ഇലാഹായിട്ടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും ഈ ഇസ്ലാമിനെ ദീനായിട്ടും നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഇവിടെ ഒരു ഡാൻസ് ചെയ്യണമെന്ന് ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഇവിടുത്തെ പൊതു സ്കൂളുകളിൽ ഒരു ഡാൻസ് കളിച്ച് ലഹരി കുറക്കാം, അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനത്തെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് കളിക്കണമെന്ന് നിർദ്ദേശം നൽകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെന്താണ് പ്രശ്നം, അല്ലെ? ഇപ്പൊ ആളുകൾ ചോദിക്കണം, എന്തിനാ അതിനെ അങ്ങനെ വിമർശിക്കണം? അങ്ങനെയൊന്നും പറയേണ്ടില്ല, അല്ലെ? അതിലിപ്പോ എന്താ ഒരു കുഴപ്പമുള്ളത്? നമ്മൾ കുട്ടികൾ മൊഫ്തൊക്കെ ഇട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഒരൊറ്റക്ക് ഒരു കൂട്ടമായി ചാടിയാൽ ഇവിടെ എന്താ ആകാശം പൊളിഞ്ഞാടുവോ എന്നൊക്കെ ചോദിക്കണം. സഹോദരങ്ങളെ, ഇവിടെ എവിടെയാണ് പ്രശ്നം? സുംബയിലാണോ പ്രശ്നം? അതോ അത് നിരുപാധികമായി നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് ചർച്ച ചെയ്യാതെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു സർക്കാർ, ഇതെന്താ മാവോ സേതുങ്ങിന്റെ ചൈനയാണത്? ഇവിടെ തോന്നിയത് അവർക്കിഷ്ടമുള്ളത് ചെയ്യിപ്പിക്കാൻ എന്തധികാരമാണ് അവർക്കുള്ളത്? അല്ലെ, ഇവിടെ മനുഷ്യനൊരു സ്വാതന്ത്ര്യമല്ലേ? ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് സുംബ കളിക്കാനും കളിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയാണ്, ഇവിടെ മതം എവിടെയാണ്, അതിന്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് സുംബക്ക് പ്രശ്നം? അല്ലേ? വിശുദ്ധ ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്, അല്ലേ? ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ പെരുമാറണം, ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ, അത് ആണുങ്ങൾക്കിടയിൽ ചാടിക്കളിക്കേണ്ടവളല്ല ഒരു വിശ്വാസി. ഇസ്ലാമിനെ പ്രഖ്യാപിച്ച അള്ളാഹു ആരാധ്യനാണെന്നും മുഹമ്മദ് നബി പ്രവാചകനാണെന്നും പ്രഖ്യാപിച്ച ഒരു സ്ത്രീക്ക് ചില പെരുമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട്. അങ്ങനെ ഒന്നായിട്ട് കൂട്ടം കെട്ടി ചാടിക്കളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ള ആർക്കാണെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളത്? ഏത് ഇസ്ലാമിക മതപണ്ഡിതർക്കാണ് അങ്ങനെ ആണുങ്ങൾ കാണുന്ന ഒരു പബ്ലിക്കായ സ്ഥലത്ത് പെൺകുട്ടികൾ കൂട്ടം കെട്ടി ചാടുന്നത്, ഒരു പ്രത്യേക രീതിയിൽ ചാടിക്കളിക്കുന്നത് അനുവദനീയമാണ്, അതിന് മതത്തിൽ പ്രതിവിലക്കുകളില്ല എന്ന് പറയാൻ ഏത് പണ്ഡിതനാണ് സാധിക്കുക? ഒരാൾക്കും സാധിക്കൂല. വളരെ വ്യക്തമാണ്. ജാഹിലിയത്തിൽ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കിയതുപോലെ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അതിൽ പാട്ടുണ്ട്, അതിൽ ഡാൻസ് ഉണ്ട്, അതിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട്. സഹോദരങ്ങളെ, ഇതിലൊക്കെ എവിടെയാണ് മതത്തിന്റെ അതിരുകളെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ അവിടെ ചാടുക എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ചാടിക്കളിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം മനസ്സിലാകാത്ത ആരാണ് അവരുടേത്?
അങ്ങനെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരുടെ ഹോർമോൺ ചെക്ക് ചെയ്യണം. അവരുടെ ബ്ലഡിൽ ടെസ്റ്റോസ്റ്റിറോൺ, അവർക്കുണ്ടാകേണ്ട ചില പുരുഷ ഹോർമോണുകളുണ്ട്, അതൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുള്ള ഒരാൾക്ക് മനസ്സിലാകും അതിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പാലിക്കാൻ ഒരാൾ തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ കൂട്ടം കെട്ടി സ്കൂളിൽ ചാടിക്കളിക്കുക എന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ എക്സസൈസ് ആരോഗ്യത്തിന് വേണ്ടിയാണ്. ജിമ്മിൽ പോണോ? പെണ്ണുങ്ങൾ മാത്രമുള്ള ജിമ്മിൽ പോകാം, അതിന് ഇസ്ലാം വിരുദ്ധമല്ല അല്ലെ? പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് അവർ ജിമ്മിൽ പോയി ഫിറ്റ്നസ് നേടുന്നതിൽ ഇവിടെ ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും എതിരല്ല. പക്ഷെ ആണും പെണ്ണും കലർന്ന ജിമ്മിൽ ഒരു പെണ്ണ് അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതകൾ വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ട് അവിടെ ചാടിക്കളിക്കാൻ ഇവിടെ മതം അനുവദിക്കുന്നില്ല. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാല്. അത് ചാടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെയാണെങ്കിൽ പേര് മാറ്റിയിട്ട് ചാടിക്കോട്ടെ. ആയിഷ, ഫാത്തിമ എന്നൊക്കെ പേരിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ ഇസ്ലാമിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടാൻ അനുവദിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇവിടെ ആരും വരണമെന്നോ ഇവിടെ ആരും മുസ്ലിം ആകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അവിടെ ചില നിബന്ധനകളുണ്ട്. ആ മുസ്ലിം എന്ന പേര് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പബ്ലിക്കായിട്ട് ചാടാൻ പറ്റൂല, അങ്ങനത്തെ ഡ്രസ് ഇടാൻ പറ്റൂല, അങ്ങനത്തെ ഡാൻസ് കളിച്ച് അഴിഞ്ഞാടാൻ പറ്റൂല. അതിന് വിലക്കുകളുണ്ട്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് പരിമിതികളുണ്ട്, മതത്തിൽ വിലക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം. അതല്ലാതെ വിളിച്ചൊക്കെ ആകാശം പൊളിഞ്ഞാടുന്ന, ആകാശം പൊളിഞ്ഞാടും സുംബ കളിച്ചാൽ എന്നാണ്. ആകാശം പൊളിഞ്ഞാടൂല സഹോദരങ്ങളെ. പക്ഷേ ആകാശം പൊളിഞ്ഞാടുന്നൊരു ദിവസം വരാണ്ട്, ആകാശം പൊളിഞ്ഞാടുന്നൊരു ദിവസം വരാണ്ട്. അന്ന് തീരുമാനിക്കപ്പെടും ആരാണ് ശരി, ആരാണ് തെറ്റ്, എന്തായിരുന്നു സത്യം എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഇത് മതത്തിന്റെ നിയമങ്ങളാണ്. ഇവിടെ ആർക്കും തോന്നിയതുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റിയതല്ല അല്ലെ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് നമുക്ക് സുംബ കളിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റിയ വിഷയമല്ല ഇവിടെ. ഇത് അല്ലാഹുവും റസൂലും നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് തീരുമാനമാക്കേണ്ട വിഷയമല്ല. ഇത് യാതൊരു തരത്തിലുള്ള അനുവാദവുമില്ല എന്ന് ഒരു സത്യവിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതം എന്നത് ഇവിടെ ലിബറലുകളായ ആളുകൾ അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും യാതൊരു ലജ്ജയുമില്ലാതെ കൂടിക്കലരുന്നതിനാണ് ഇവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ എന്താ അറിയോ? ആണുങ്ങളും പെണ്ണുങ്ങളും ജെൻഡർ ഫ്രീ ആയിട്ട് മിക്സ് ചെയ്യുക അല്ലെ? അതേപോലെ തന്നെ എല്ലാ മതനിയമങ്ങളെയും ചോദ്യം ചെയ്യുക, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുക. അതാണ് ഇവിടെ സ്വാതന്ത്ര്യം, അവകാശം, മനുഷ്യന്റെ അവകാശം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് പാരന്റ്സിനോട് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളോട്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോട് അതിനോട് ഡിസൊബീഡിയൻസ് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മതത്തിന്റെ നിയമങ്ങളെ അത് തിരസ്കരിക്കുക, പുച്ഛിക്കുക എന്നതാണ് ഇവിടെ ലിബറേഷനായിട്ട് കാണുന്നത് അല്ലെ? LGBT എന്ന് പറഞ്ഞാൽ LGBT പ്രഖ്യാപിക്കലാണ് ഇവിടെ ഐഡന്റിറ്റി. ആണും പെണ്ണുമല്ല സഹോദരങ്ങളെ. നല്ല കട്ടുമീശയുള്ള നടയിൽ തൂങ്ങിയ ഒരുത്തനെ ഞാൻ ആണല്ല എന്ന് പ്രഖ്യാപിച്ചാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതാണ് ഇവിടെ ഐഡന്റിറ്റി. LGBT ഐഡന്റിറ്റി പറഞ്ഞാൽ എന്താ? നല്ല കട്ടുമീശക്ക് വെച്ച നടി തൂങ്ങി ഒരുത്തും ബന്ധപ്പെട്ട് പറയാണ് ഞാൻ ആണല്ല. അത് ശരി, നിങ്ങൾ ആണല്ലേ? അത് അംഗീകരിച്ചു കൊടുക്കലാണോ? ഇതാണോ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല്? സഹോദരങ്ങളെ, ഇതൊക്കെ ഇന്നൊന്നിനെയും തുടങ്ങിയല്ല. ഇതൊക്കെ മനുഷ്യൻ ആരംഭിച്ച കാലത്തെ ഉള്ളതാണ്. അതിനൊന്നൊരു സ്പേസ് ലോകത്താരും വക വെച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മതത്തിന് മതത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് നല്ല ഹിജാബ് ധരിച്ച ഒരു കന്യാസ്ത്രീയുടെ അതേ വസ്ത്രമാണ് ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുന്നത്. പക്ഷേ ആ കന്യാസ്ത്രീയെ കാണുന്നത് പോലെ ഒരു മുസ്ലിം സ്ത്രീയുടെ ഡ്രസ്സിനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതെ, അത് കാഴ്ചപ്പാടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾക്കാണ് ഒരു സത്യവിശ്വാസി ഏറ്റവും മുൻഗണന നൽകുന്നത്. അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിനെതിരെ സ്വന്തം ബാപ്പ പറഞ്ഞാൽ പോലും, സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത നമ്മളെയാണോ സഹോദരങ്ങളെ ഇവിടെ കുറച്ചാൾക്കാർ ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഇവിടെ കുറച്ചാൾക്കാർ വന്നിട്ട് മതം പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ കൃത്യമാണ്. ഇവിടെ അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ
അതിനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുൻഗണന. അത് മാറ്റാൻ ഇവിടെ ആരൊക്കെ എങ്ങനെ ശ്രമിച്ചാലും അത് സാധ്യമല്ല. അതിനുവേണ്ടി മരിക്കാനും അതിനുവേണ്ടി ജയിലിൽ പോകാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പട്ടിണിക്കിട്ടാൽ അതെനിക്ക് വ്രതമാണ് എന്നാണ് അല്ലെ. നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ അതെനിക്ക് ഏകാന്തവാസമാണ്. നിങ്ങൾ എന്നെ കൊന്നാൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണ്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ആരാധനകള്, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹു സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് 5 നേരം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഹറാമ് നിർബന്ധിച്ച് ചെയ്യിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് സത്യത്തിൽ പ്രഖ്യാപിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. അതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവും നൽകിയത് ഇസ്ലാമായിരുന്നു. ഇസ്ലാം വന്നതിന് ശേഷമാണ് അവർക്ക് ഇസ്സത്തുണ്ടായത്, പ്രതാപമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊന്നിലും ആ ഇസ്സത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വേറൊന്നിലേക്ക് നമ്മൾ ഇസ്സത്ത് തേടിപ്പോയാൽ ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ നിയമങ്ങളാകുന്നു. ഈ ലിബറലായിട്ട് ഇവരെ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ ഇതൊക്കെ യൂറോപ്പ്, അമേരിക്ക എന്നോ കാലത്ത് ഛർദ്ദിച്ച് ഒഴിവാക്കിയ ഈ ആശയങ്ങളെയാണ് ഇവിടെ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത്. അപ്പൊ അതൊക്കെ പറയാൻ എന്തോ ഒരു വിഷമം അല്ലെ ചില ആളുകൾക്ക്. അങ്ങനെയൊന്നും പറയേണ്ടതില്ല, അതെ അതൊക്കെ ഇപ്പൊ തെറ്റുണ്ടോ എന്നൊക്കെ തോന്നുമാറ് നമുക്ക് മതത്തെക്കുറിച്ച് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സർവ്വലോക നിയന്താവായ അള്ളാഹുവിന്റെ നിയമങ്ങൾ ആകാശലോകത്ത് നിന്ന് വഹിയായിട്ട് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളെയാണ് നമ്മൾ അനുസരിക്കുന്നത്. അല്ലാതെ നമ്മളാരും കൂടിയാലോചിച്ച് ചർച്ച ചെയ്തുണ്ടാക്കിയ നിയമങ്ങളല്ല. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ബ്രെയിനിൽ ഓടുന്ന ഈ സോഫ്റ്റ്വെയർ സംവിധാനിച്ച അള്ളാഹുവാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നതിലോ അത് പ്രയോഗവൽക്കരിക്കുന്നതിലോ അത് പ്രഖ്യാപിക്കുന്നതിലോ അല്ലെ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആ ആയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം പഠിക്കണം. അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടെന്നാണ്. പിന്നെ വഖാല ഇന്നനി മിൻ, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും, അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനാ പറയണത്, മിണ്ടാതിരിക്കാനല്ല, പ്രഖ്യാപിക്കാൻ. അതാണ് അള്ളാഹു. അതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയേണ്ടടുത്ത് നമ്മളത് പറയണം. അതിൽ നമ്മൾ ഇസ്സത്ത് കാണണം അല്ലെ, അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. നമ്മൾ മുസ്ലിമാണ്, ഇസ്ലാമിന്റെ ആളാണ്, തോന്നിയ പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. വളരെ സിമ്പിളാണ്. ഇങ്ങനെ കുറെ മറുപടി പറയേണ്ട ഒരു ആവശ്യം വിശ്വാസിക്കില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന പേരിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവെന്നാണ്. ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. ഞങ്ങൾക്ക് അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അതേ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. മരണത്തിന് ശേഷം ഈ ആകാശം ഭൂമിയൊക്കെ തകർന്നു വീണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വിചാരണയുണ്ട്. ആ വിചാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിനനുസരിച്ചാണോ ഞാൻ ജീവിച്ചത് എന്നതൊരു ടെസ്റ്റ്, എന്നതിനനുസരിച്ചുള്ള ഒരു പരിശോധന മാത്രമാണ് വിചാരണ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, അത്തരത്തിൽ വിലക്കുള്ള അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിന്, പിന്നെ അള്ളാഹും റസൂലും കൽപ്പിച്ചതിന് വിരുദ്ധമാണോ ഈ കാര്യം എന്നെ പരിശോധിക്കേണ്ടതുള്ളൂ. അതിലിപ്പോ എന്താണ് സഹോദരങ്ങളെ, ഇതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള യാതൊരു ആഭാസങ്ങളും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിന് പറയുന്ന ന്യായം ഫിറ്റ്നസ് ഉണ്ടാകാനാണെങ്കിൽ അതിലേക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുന്നതിനോ ജിമ്മിൽ പോകുന്നതിനോ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് അവർക്ക് എക്സസൈസ് ചെയ്യിപ്പിക്കണമെന്നും ഇസ്ലാം വരുന്നില്ല. അസംബ്ലി എന്നിട്ട് പെണ്ണും അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ചാടിക്കളിക്കുക, എന്നിട്ട് അത് വീഡിയോ ഇടുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക, അതിന്റെ മ്യൂസിക് ഇടുക, എന്നിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക, ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അതൊക്കെ എന്താണ്, ആർക്കാണ് മനസ്സിലാകാത്തത്? ഇതൊക്കെ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇനിയും ഉണ്ടോ സഹോദരങ്ങളെ? ഇതിൽ എന്ത് അനുവദനീയമാണുള്ളത് അല്ലെ? ചാടാൻ നിങ്ങൾ ചാട്ട്, എന്നിട്ട് വീഡിയോ എടുക്കുക, എന്നിട്ട് സ്റ്റാറ്റസ് ആക്കുക, അതിന് പാട്ടിടുക, എന്നിട്ട് ലഹരിക്ക് വിരുദ്ധമാണ്.
എന്ത് വിരുദ്ധമാണ് സോ ലഹരി എന്നല്ല, ലഹരി തൊടാൻ പാടില്ല. ലഹരിയുടെ അടിസ്ഥാന കാരണം എന്താണ്? ഈ സന്തോഷം അന്വേഷിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പം ആ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഈ ജീവിതം എന്നത് ദുനിയാവിന്റെ ജീവിതം. ഇവിടെ പ്രതിസന്ധി ഉണ്ടാവും, ഇവിടെ പ്രയാസം ഉണ്ടാവും. അതിനാണ് ദുനിയാവ് സംവിധാനിച്ചിട്ടുള്ളത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത പൂർണ്ണ ആസ്വാദനങ്ങളുടെ ലോകം അത് ദുനിയാവല്ല, അത് ആഖിറത്താണ്. അത് ഇവിടെ കിട്ടൂല. കുടുംബജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും ഏത് രംഗത്തും പൂർണ്ണമായ സംതൃപ്തി എന്നത് ഈ ലോകത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതിനുള്ളതല്ല ദുനിയാവ്. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് ലഹരിയല്ല പരിഹാരം, അല്ലെ? ഒരു നുള്ളു പോലും ലഹരി ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന. ഇത് ചികിത്സക്കാണെങ്കിൽ പോലും അതിലെന്ത് നന്മയുണ്ട് എന്ന് പറഞ്ഞാലും അനുവദനീയമായ കാര്യങ്ങൾ സാധാരണഗതിയിൽ നമുക്കറിയാം. ഇപ്പോ പന്നിമാംസം, അതേപോലെ തന്നെ നായന്റെ ഇറച്ചി, പന്നിന്റെ ഇറച്ചി, മയ്യത്ത്, ഇതൊന്നും ഹറാമാണ്. പക്ഷെ ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അങ്ങനത്തെ ഒരു ലറൂറത്തിന്റെ അവസ്ഥയിൽ പോലും അനുവദനീയമല്ലാത്ത സാധനമാണ് എന്ത്? ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സാധനം. അതൊരു നുള്ളു പോലാണെങ്കിലും അത് അനുവദനീയമല്ല സഹോദരങ്ങളെ. ലഹരി അത് നിഷിദ്ധമാണ്, അത് അനുവദിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് അതിലിഞ്ഞ് ചികിത്സ ഉണ്ട്, അതിലെന്തെങ്കിലും പുണ്യുണ്ട് എന്ന് പറഞ്ഞാലും അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്, അത് വ്യക്തമായ വിരോധമുള്ളതാണ്. അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി കുറെ സുംബ കളിച്ചാന്ന് പറഞ്ഞാൽ, സ്കൂളിൽ എല്ലാവരും കൂടി ചാടി കളിച്ചാൽ കുട്ടികളെ ടെൻഷൻ കുറയുന്നാരെ പറഞ്ഞത്? ടെൻഷൻ കൂടുള്ളൂ. നിങ്ങൾ ആലോചിക്കണ്ടി, അതിന്റെ വീഡിയോ ഇറങ്ങലും അതിന്റെ പോസ്റ്റ് ഇടലും അതിന്റെ സ്റ്റാറ്റസ് ഇടലും പിന്നെ അത് കളിക്കലുമായിട്ട് മാനസിക പ്രശ്നങ്ങൾ കൂടാനേ സാധ്യത വരും ദിവസങ്ങൾ അത് തെളിയിക്കും. കാരണം അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്ത് കണ്ടെത്തിയാലും സഹോദരങ്ങളെ അതിലൊക്കെ ആത്യന്തികമായി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അത് വിരോധിച്ചത്, റസൂൽ അത് വിരോധിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കേവല ബുദ്ധിയെങ്കിലും ഒരു വിശ്വാസി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് പറയേണ്ടിടത്ത് പറയാനും, അതാണ് വിശ്വാസിയുടെ ധർമ്മം, ചുമതല എന്നത്. അത് പറയേണ്ടിടത്തത് അത് അള്ളാഹുവിനെ മാത്രം ആ വിഷയത്തിൽ ഭയപ്പെടാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അതിലുള്ള പ്രതിസന്ധികളിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് പടച്ചോനിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.